സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഇസ്രയേൽ എന്തിനു ലെബനനെ ആക്രമിച്ചു? എന്തായിരിക്കും അതിന്റെ ഭവിഷ്യത്ത്? അൽ ജസീറയുടെ പ്രചാരണം ഏറ്റുപാടുന്നവരുടെ വാക്കുകളല്ല. ഉത്തരം, അത്തരം പ്രചാരണം നടത്താൻ രാഷ്ട്രീയ മുന്നണികളും അബ്ദുള്ളയെ പോലെ വ്യക്തികളും ഹമാസിനെ പുണ്യവാന്മാരാക്കുന്ന മാധ്യമങ്ങളും ഖജനാവിന്റെ ചെലവിൽ മാധ്യമക്ഷേമ സ്ഥാപനങ്ങളുമുള്ള നാടാണ് കേരളം. ഇവിടെ ശബ്ദം കൂട്ടി പറയുന്ന നാവുകളൊക്കെ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുകയാണല്ലോ. എന്നാൽ വസ്തുത വേറെ. ഇസ്രയേൽ അത് ചെയ്തത് യുദ്ധമോഹം കൊണ്ടല്ല, ആധിപത്യത്തിനല്ല, ഉന്മത്തതയാലുമല്ല. വടക്കൻ ഇസ്രയേലിലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി. അവർക്കതിന് രണ്ടു കാരണങ്ങളുണ്ട്. ലെബനിൽ നിന്ന് കയ്യൂക്ക് കാട്ടുന്ന ഹിസ്ബുള്ള സൃഷ്ടിച്ച സാഹചര്യങ്ങൾ, ഹമാസിനു വേണ്ടി ഇസ്രയേലിനെ ആക്രമിക്കുകയും ഹൈഫ നഗരത്തെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന്റെ പ്രതിക്രിയയാണ് ഇസ്രയേലിൻ്റെത്. അവർക്കത് ചെയ്തേ മതിയാകൂ എന്നായി. ലോകത്തിലെ ഏറ്റവും വലിയ സമകാലിക കള്ളമാണ് ഹമാസിനെ കുറിച്ച് അൽ ജസീറ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഹമാസ് പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പോരാടുന്നു എന്ന കള്ളം. പോരാട്ടമല്ല ഹമാസിൻ്റെത്, അതിക്രമം. അത് ചെറുത്തുനിൽപ്പല്ല, സംഹാരഭ്രാന്തിന്റെ ഇളക്കം. അത് പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയല്ല, ഇസ്രയേലിന്റെ നാശം കാണാൻ വേണ്ടി മാത്രം. ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന്റെയും യഹൂദർ മുഴുവന്റെയും നാശം കാണാൻ. ശിശു ആയാൽ പോലും അവസാനത്തെ യഹൂദന്റെ വരെ അന്ത്യം ഉറപ്പാക്കാൻ. ഒരിക്കലും ഇസ്രയേൽ പാടില്ല എന്ന് ശഠിച്ച് യഹൂദർക്കും പാലസ്തീനുകൾക്കും വെവ്വേറെ രാജ്യമെന്ന സാധ്യതയെ പുറംകാൽ കൊണ്ട് തിരസ്കരിച്ചവരുടെ പിൻഗാമികൾ തന്നെയാണ് ഹമാസ്. അവർ ഇപ്പോഴും ഇസ്രയേൽ ഇല്ലാത്ത അവസ്ഥ തന്നെ ലക്ഷ്യം വെക്കുന്നു. അത് മറച്ചു വെച്ചാണ് ഹമാസ് പാലസ്തീൻകാർക്ക് വേണ്ടി പോരാടുന്നെന്ന വ്യാജം ഇവിടെയും പലരും ആവർത്തിക്കുന്നത്. പാലസ്തീൻകാർക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ ഹമാസ് നേതാക്കൾ ആഡംബരത്തിൽ കഴിയുകയും ജനങ്ങൾക്കായി ലഭിച്ച പണം കൈക്കലാക്കുകയും വികസന പദ്ധതികൾ നിഷേധിച്ച് ദുഷ്ടപദ്ധതികൾക്ക് വേണ്ടി 100 കണക്കിന് കിലോമീറ്റർ ടണലുകൾ പണിയുകയും ചെയ്യുമായിരുന്നോ? ജനങ്ങളിൽ ഒരാൾക്ക് പോലും ടണലിൽ അഭയം നൽകാതെ സ്വന്തം രക്ഷ മാത്രം നോക്കി അവിടെ ഒളിച്ചു കഴിയുമോ? ജനങ്ങളുടെ ആശ്രയമായ ആശുപത്രികളും സ്കൂളുകളും ഭീകര സങ്കേതങ്ങളാക്കി അവരെ ദുരന്തത്തിന് വിട്ടുകൊടുക്കുമോ? വീണ്ടും ചോദിക്കാം, ജനങ്ങൾക്ക് വേണ്ടിയെങ്കിൽ കഴിഞ്ഞ 19 വർഷത്തെ ഭരണത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നെങ്കിലും നിറവേറ്റാതിരിക്കുമോ? ജനങ്ങൾക്ക് കൂടി ജലം എത്തിക്കാൻ ഇസ്രയേൽ സ്ഥാപിച്ച പൈപ്പുകൾ ഇളക്കിയെടുത്ത് റോക്കറ്റ് ഉണ്ടാക്കിയത് ജനസ്നേഹം കൊണ്ടോ? ഇസ്രയേലിനെ മോശമാക്കാൻ വേണ്ടി മാത്രം പാലസ്തീനുകൾക്കുള്ള ഭക്ഷ്യലബ്ധി തടസ്സപ്പെടുത്തുമോ? ഇസ്രയേലിന്റെ കണ്ണീരു കാണാൻ വേണ്ടി സ്വന്തം ജനങ്ങളെ കുരുതിക്ക് വിട്ടുകൊടുക്കുന്ന ക്രൂരത ഭൂമുഖത്ത് ഹമാസ് ഉൾപ്പെട്ട ജനുസിനല്ലാതെ മറ്റാർക്കുണ്ടാകും? ഇസ്രയേലിനെ ദ്രോഹിക്കാൻ പാലസ്തീൻ ജനതയെ നരകത്തിലേക്ക് തള്ളിയ ഹമാസിനെ കുറിച്ച് വ്യാജ പുണ്യവർത്തമാനങ്ങൾക്ക് പഞ്ഞമില്ല. സമാധാനത്തിന്റെ തലയർക്കുമ്പോൾ തന്നെ തങ്ങൾ മാലാഖമാരും ഇസ്രയേൽക്കാർ ദുഷ്ടരുമെന്ന് സ്ഥാപിക്കാൻ നടത്തുന്ന വേഷപ്പകർച്ചകൾ. ഹമാസ് മനുഷ്യ സ്നേഹികളും തടവുകാരോട് പോലും കാരുണ്യം കാണിക്കുന്നവരുമാണത്രേ. ബന്ദികളായ സ്ത്രീകളടക്കം ഇസ്രയേൽക്കാരോട് സ്നേഹത്തോടെ പെരുമാറിയ ദൈവദൂതന്മാരാണ് പോലും. ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ആദ്യ നാളുകളിൽ വിട്ടഴിച്ച ബന്ദികളെ ഒപ്പം നിർത്തി അവതരിപ്പിച്ച കള്ളവേഷം മറന്നു കാണില്ല ആരും. ഹമാസ് തടങ്കലിൽ ഇസ്രയേലി ബന്ദികൾ അനുഭവിച്ച നരകയാതനങ്ങളുടെ വിവരങ്ങൾ ന്യായീകരണക്കാർക്കും പ്രീണന മാധ്യമങ്ങൾക്കും വെള്ളപ്പൂശാൻ സാധിക്കാത്ത വിധം പുറത്തു വന്നിട്ടുണ്ട്. പിടിച്ചു കൊണ്ടുപോയവരിൽ നിരവധി പേരെ പൈശാചിക പീഡനങ്ങൾക്ക് ശേഷം നിഷ്ഠൂരം കൊന്നുകളഞ്ഞു.
ജീവനോട് അവശേഷിക്കുന്ന ബന്ദികൾ എത്രയെന്ന് അറിയില്ല. പകൽ വെളിച്ചത്തിൽ പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുകയും കൂട്ടബലാത്സംഗം നടത്തുകയും അംഗഭംഗം വരുത്തുകയും ചെയ്യുന്ന രക്ഷസുകൾ, അത്തരക്കാർ തങ്ങളുടെ തടങ്ങളിൽ കിട്ടിയ പെൺകുട്ടികളെ മാലാഖമാരെ പോലെ കാത്തു സൂക്ഷിച്ചു പോലും ബുദ്ധിഹീനർ പോലും വിശ്വസിക്കാത്ത പച്ചക്കള്ളം. തങ്ങളെ പിന്തുണച്ച പുട്ടിന്റെ രാജക്കാരനോട് പോലും തടങ്കലിൽ ക്രൂരത കാട്ടിയവരാണ് ഹമാസ്. ആ റഷ്യക്കാരനെ മോചിപ്പിക്കുവാനും ഇസ്രയേൽ സൈനികർ സ്വന്തം ജീവൻ മറന്നു നടത്തിയ സാഹസിക രക്ഷാപ്രവർത്തനം വേണ്ടി വന്നു. ബന്ദികളോട് ഹമാസ് കാട്ടുന്ന ഭീകരതയുടെ ചിത്രം അതേ റഷ്യക്കാരൻ തന്നെ ലോകത്തോടും പറഞ്ഞു. ഹമാസ് നിർമ്മിച്ച ടണലിലെ ഒരു സെല്ലിൽ കണ്ടെത്തിയ കട്ട രക്തവും അസ്ഥിയുടെ ഭാഗങ്ങളുമാണ് ബന്ദിയായ ഒരു യുവതി ഭീകര പീഡനത്തിന് ശേഷം കൊല്ലപ്പെട്ടത് മനസ്സിലാക്കാൻ ഇസ്രയേൽ സേനയ്ക്ക് സൂചനയായത്. ബലാത്സംഗവും കൈകാലുകൾ ബന്ധിച്ചുള്ള ദ്രോഹവും മാനസിക ശാരീരിക പീഡനങ്ങളും മനസ്സ് മരവിപ്പിക്കുന്ന കൊടും ക്രൂരതകളാണ് ബന്ദികളോട് ഹമാസ് കാട്ടിയത്. പിടിച്ചുകൊണ്ടുപോയവരെയെല്ലാം ജീവനോടെ വിട്ടയക്കാമെന്ന് ഒരു ഒത്തുതീർപ്പിന്റെയും ഉപാധിയുടെയും പേരിൽ ഉറപ്പു നൽകാൻ അവർക്ക് ഇനി ഒരിക്കലും കഴിയില്ല. ഇത്തരം ഒരു സംഘത്തെ സഹായിക്കാനാണ് ഹിസ്ബുള്ള ഒക്ടോബർ മുതൽ ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ നൽകിയ മിസൈൽ, റോക്കറ്റ്, ഡ്രോൺ ശേഖരം കയ്യിലുള്ളതിന്റെ ബലത്തിൽ ആക്രമണം നിമിത്തം അതിർത്തി മേഖലയിലെ 60,000-നും 90,000-നും ഇടയ്ക്ക് ഇസ്രയേൽക്കാർക്ക് വീടും കുടിയും ഒഴിഞ്ഞു പോകേണ്ടി വന്നു. പുതിയ വിദ്യാലയ വർഷത്തിൽ അവർക്ക് തിരിച്ചെത്തണം. അതിനെ അതിർത്തി മേഖലയിൽ നിന്ന് ഹിസ്ബുള്ളയെ തുരത്തണം. അത് ഇസ്രായേലിന്റെ ഒഴിവാക്കാനാവാത്ത ആവശ്യം. കൂടാതെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഹൈഫ ആക്രമിക്കുമെന്ന ഭീഷണി. ഹിസ്ബുള്ള അടുത്ത നാളിൽ തുറമുഖ നഗരമായ ഹൈഫയ്ക്കുമേൽ ഡ്രോണുകൾ താഴ്ത്തി പറത്തുകയും സൈനിക പൊതുജന കേന്ദ്രങ്ങളുടെ വീഡിയോ ചിത്രമെടുത്ത് പരസ്യമാക്കുകയും ചെയ്തു. 3 ലക്ഷത്തോളം പേർ അധിവസിക്കുന്ന ഹൈഫയിലെ നഗര കേന്ദ്രങ്ങൾ ഹിസ്ബുള്ള ലക്ഷ്യം വെക്കുന്നു എന്നതാണ് ഇസ്രായേലിന്റെ നിഗമനം. ഹൈടെക് സിറ്റിക്ക് മേലുള്ള ഭീഷണി ഇസ്രായേലിനെ അവഗണിക്കാവുന്ന സാധ്യതയല്ല. ഗാസയുടെ തകർച്ചയും ജനങ്ങളുടെ ദുരിതവും ഹമാസിന് പ്രശ്നമല്ല. ഗാസയിൽ നിന്ന് ഇസ്രായേൽ ശ്രദ്ധ മാറ്റിയാൽ ഹമാസിനെ ആശ്വാസമാകും എന്നത് ഹിസ്ബുള്ളയുടെ പദ്ധതി ഹമാസിന് വേണ്ടി. കാരണം ഗാസയിൽ ഹമാസിന്റെ പകുതിയോളം പടയെ ഇസ്രയേലി സേന മിക്കവാറും തീർത്തു കഴിഞ്ഞു. 30,000-ഓളം ഉണ്ടായിരുന്ന തീവ്രവാദ പട പകുതിയായി ചുരുങ്ങിയത് ഹമാസിനെ പ്രശ്നം തന്നെയാണ്. ലെബനനെ ആക്രമിച്ച് ഇസ്രയേൽ ബുദ്ധിശൂന്യമായി 2 യുദ്ധമുഖം സൃഷ്ടിച്ചു എന്ന വിമർശനം ഉണ്ട്. ഇസ്രയേലിനെ സംബന്ധിച്ച് ഗാസയല്ല ഇനി പ്രശ്നം, വടക്കൻ ഇസ്രയേലിനുള്ള ഭീഷണിയാണ്. എന്ന് വെച്ചാൽ ഇസ്രയേൽ ഇപ്പോൾ തന്നെ ഇരുമുഖ അതിക്രമം നേരിടുന്നുണ്ട്. ഹിസ്ബുള്ളയെ ആക്രമിച്ചാലും ഇല്ലെങ്കിലും അൽ ജസീറയുടെ കള്ളങ്ങൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ ഇതറിയാതെയുള്ളൂ. ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ കള്ളം അവർക്ക് പാവന മന്ത്രം. അവരത് മറന്നു പോകാതിരിക്കാൻ ചിലർ ഉരുവിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇറാൻ നൽകിയ ആയുധങ്ങളും 1 ലക്ഷം വരുന്ന പോരാളികളിൽ നല്ല പങ്കിനെയും നഷ്ടമാക്കുന്ന വിധം ഇസ്രയേലിനോട് ഹിസ്ബുള്ള നേരിട്ട് ഏറ്റുമുട്ടുമെന്നോ, വെസ്റ്റ് ബാങ്ക് ഗാസയാകുന്നത് കാണാൻ മാത്രം ബുദ്ധിശൂന്യത ഹിസ്ബുള്ളയ്ക്കുള്ളതായി കണ്ടിട്ടില്ല. ഇറാനോ മറ്റോ ഹിസ്ബുള്ളയെ പരസ്യമായി സഹായിക്കാൻ പാശ്ചാത്യ ശക്തികൾ ഉണ്ടോ സമ്മതിക്കുന്നു? ഹിസ്ബുള്ളയും ഹമാസും മേഖലയിലെ മിടുക്കരാകാൻ ഇറാനും യമനും അല്ലാതെ ഇസ്ലാമിക ലോകത്താരും ഒപ്പം നിൽക്കില്ലെന്ന് അറിയാത്തവരുണ്ട്. അതേസമയം എന്തും നേരിടാം, ഇത് അന്തിമ യുദ്ധം എന്ന മട്ടിലാണ് ഇസ്രയേൽ. കടുത്ത ആയുധ പ്രയോഗത്തിന് തുനിയാതിരിക്കാൻ ഇസ്രയേലിനൊപ്പം പാശ്ചാത്യ ശക്തികൾ ഉണ്ടാകുമെന്നതിൽ ഇതുവരെ ആർക്കും സംശയമില്ല. ബാക്കിയൊക്കെ തള്ളുകൾ, പലരുടെയും ഭാവനയും താല്പര്യവും അനുസരിച്ചുള്ള തള്ളുകൾ മാത്രം. തൽക്കാലം അതാണ് വസ്തുത. ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ വ്യാജ ചരക്ക്
ഹമാസ് സംഘം തന്നെ. മാസ്കിന്റെ രൂപത്തിൽ പാലസ്തീൻ പോരാളികൾ എന്ന ലേബലൊട്ടിച്ച തീവ്രവാദികളും ഭീകരപ്രിയരും, ഇസ്രയേലി സേനയെ ഭയന്ന് മുഖം പുറത്തു കാട്ടാത്തവർ, ഇസ്രയേലി സേന വളഞ്ഞാൽ മാസ്ക് മാറ്റി സാധാരണക്കാരാകും, ജനങ്ങൾക്കിടയിൽ രക്ഷ തേടുന്ന ഭീരുക്കൾ, പരുക്ക് പറ്റിയാലും കൊല്ലപ്പെട്ടാലും പോരാളികളല്ല, പാലസ്തീനി സാധാരണക്കാർ. ഇസ്രയേലിനെ പഴിക്കാനും അത് വേണമല്ലോ. ഈ വ്യാജ ചരക്കിന് ഇവിടെ വൻ പ്രിയവും ആരാധനയും രാഷ്ട്രീയ നേതാക്കളടക്കം ഇൻഫ്ലുവൻസർമാരുടെ പൊരിഞ്ഞ പിന്തുണയും. അതാണ് ഇപ്പോഴും കേരളം. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.